അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പരിശുദ്ധ റമദാൻ നമ്മൾ 2 മാസമായി ദുആ ചെയ്തു. ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമദാൻ എന്ന് പ്രാർത്ഥിച്ചു. അൽഹംദുലില്ലാഹ്, റമദാനിലേക്ക് പ്രവേശിച്ചു എന്ന് മാത്രമല്ല, റമദാൻ റഹ്മത്തിന്റെ 10 നമ്മൾ പ്രവേശിച്ചു. 3-ാമത്തെ നോമ്പ് നാളെ 4, ഇങ്ങനെ കഴിഞ്ഞ് 5, 6 ഇങ്ങനെ കഴിഞ്ഞ് പെട്ടെന്ന് നോമ്പ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10ആണ്, കാരുണ്യത്തിന്റെ 10ആണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലാന്റെ സിഫത്തിൽപ്പെട്ടതാണ് റഹ്മാൻ റഹീം. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് നാളെ പാരത്രിക ലോകത്ത് കരുണ ചെയ്യുന്ന റബ്ബ്, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്ന റബ്ബ്. ആ റബ്ബിന്റെ കരുണ, കോടാനുകോടി കാരുണ്യം ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്ന ഈ മഹത്തായ 10-ൽ നമ്മളിപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ദിക്ർ എന്താണ്? അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. മാതാപിതാക്കൾക്ക് മക്കളോട് കരുണ വേണം, മക്കൾക്ക് മാതാപിതാക്കളോട് കാരുണ്യം വേണം, ഭർത്താവിന് ഭാര്യയോട് കരുണ വേണം, ഭാര്യയ്ക്ക് ഭർത്താവിനോട് കരുണ വേണം, അയൽവാസിക്ക് അയൽവാസിയോട് കരുണ വേണം, ജ്യേഷ്ഠന് അനുജനോട്, അനുജന് ജ്യേഷ്ഠനോട്, ഉസ്താദിന് ശിഷ്യനോട്, ശിഷ്യന് ഉസ്താദിനോട്. ഇങ്ങനെ പരസ്പരം കരുണ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ലോകത്ത് സന്തോഷവും സമാധാനവും നിലനിൽക്കുക. കരുണ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ചെറിയ മക്കൾ കൊലപാതകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നത്, ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നത്, ജ്യേഷ്ഠൻ അനുജനെ കൊല്ലുന്നത്, അനുജൻ ജ്യേഷ്ഠനെ കൊല്ലുന്നത്, ഉമ്മ വാപ്പയെ കൊല്ലുന്നത്, വാപ്പ മക്കളെ കൊല്ലുന്നത്, മക്കൾ വാപ്പയെ കൊല്ലുന്നത്, അച്ഛൻ അമ്മയെ കൊല്ലുന്നത്. ഇതൊക്കെയും കരുണ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇർഹമൂ മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്താൽ ആകാശത്തുള്ള റബ്ബ് നമ്മളോട് കരുണ ചെയ്യും. ആ കരുണ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വരണ്ടുപോയ കരുണ, ആ നശിച്ചുകൊണ്ടിരിക്കുന്ന കരുണ തിരിച്ചു പിടിക്കലാണ് ഈ പരിശുദ്ധ റമദാനിൽ. നമുക്ക് ആരോടും വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ രാഷ്ട്രീയ ഗ്രൂപ്പ് വ്യത്യാസമന്യേ എല്ലാവരോടും കാരുണ്യത്തിന്റെ വാക്കുകൾ, കാരുണ്യത്തിന്റെ നോട്ടം, കാരുണ്യത്തിന്റെ സഹവാസം, കാരുണ്യത്തിന്റെ പെരുമാറ്റം, കാരുണ്യത്തിന്റെ ഇടപെടലുകൾ. അപ്പോഴാണ് ലോകത്ത് കരുണ വളരുക. കരുണ വളരുമ്പോഴാണ് സാഹോദര്യം ഉണ്ടാകുക. സാഹോദര്യം ഉണ്ടാകുമ്പോഴാണ് ഐക്യമുണ്ടാകുക. ഐക്യവും സാഹോദര്യം ഉണ്ടാകുമ്പോഴാണ് പരസ്പരം സ്നേഹമുണ്ടാകുക. പരസ്പരം സ്നേഹവും ഐക്യവും സാഹോദര്യം ഉണ്ടാകുമ്പോഴാണ് നാട്ടിൽ കുഴപ്പങ്ങളും നാട്ടിൽ അരാജകത്വവും അനാചാരവും നഷ്ടപ്പെടുക, ഇല്ലാതാവുക. അപ്പോൾ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് കാരുണ്യത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാം. എല്ലാവരും ദുആ ചെയ്യുക. അവരുടെ നടത്തത്തിലും ഇരുത്തത്തിലും അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ എന്നുള്ള ആ പ്രാർത്ഥന 5 വക്ത് നിസ്കാരത്തിന് ശേഷമല്ല, എപ്പോഴും നാം എല്ലാവരും ദുആ ചെയ്തു കൊണ്ടിരിക്കണമെന്ന് ഭർത്താക്കന്മാരോട്, ഭാര്യമാരോട്, മക്കളോട്, മാതാപിതാക്കളോട്, ഉമ്മമാരോട്, പെങ്ങന്മാരോട്, എല്ലാവരോടും വിനയ പുരസ്സരം ഈ തരുണത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നാഥൻ റബ്ബുൽ ഇസ്സത്ത് തുണക്കട്ടെ. കരുണയുള്ള ശരീരം, മനസ്സ് നമുക്ക് അള്ളാഹു തആല നൽകട്ടെ. കരുണ ലോകത്ത് വളരട്ടെ. കാരുണ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നാം ഒക്കെ മുന്നോട്ട് വരിക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.